കുറച്ച് സ്പൈസസ്, കൂടുതൽ ഫ്ലേവർ. ഇന്ന് ഇവിടെ റെഡിയാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് പാകിസ്ഥാനി ചിക്കൻ കറാഹിയാണ്. ഇത് ഓതൻറ്റിക് ആയിട്ടുള്ളൊരു റെസിപ്പിയൊന്നുമല്ല, ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് നമ്മളിത് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ചധികം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ഓയിലായിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളിതിൻ്റെ ഫാനാവും. പക്ഷേ എങ്കിൽ കൂടെ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിക്കാനൊന്നും പറ്റുന്ന ഒരു ഐറ്റം അല്ല. പക്ഷേ നമുക്കൊരു പാർട്ടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ടൈപ്പ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചൂടായിട്ട് ഓയിലിലോട്ട് ഇതുപോലെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. 1 കിലോഗ്രാം ചിക്കൻ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നന്നായി ഇതിൻ്റെ ഒരു കളറ് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളറായി കിട്ടണം ഇത്. ഇതുപോലെ ബ്രൗൺ കളറായതിന് ശേഷം ഇതിലോട്ട് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ഉള്ളിയും, കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാളയാണ്, അത് നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം പച്ചമുളകാണ്. ഇതിന് എരിവിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം പിന്നീട് ഇതിലോട്ട് വേണ്ടത് തക്കാളിയാണ്. ഇത് കുറച്ചധികം തക്കാളി തന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുണ്ട്. അതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 വലിയ തക്കാളിയാണ്. അതിതുപോലെ നടുവ് മുറിച്ച് ഇതുപോലെ അങ്ങ് വെച്ചെടുക്കാം. അപ്പോൾ അത് കുറച്ച് ടൈം അടച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് ഇതിൻ്റെ ആ തൊലിയൊക്കെ അങ്ങ് ഇളകി വരും. അപ്പോൾ ഇതുപോലെ അങ്ങ് ഞാൻ ശരിക്കും അതിൻ്റെ നടുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 8 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള തൊലി ഇതുപോലെ നമുക്കിങ്ങ് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതെല്ലതും നമ്മൾ ഇതുപോലെ അങ്ങ് മാറ്റുകയാണ് ഇതിൽ നിന്ന്. ഈ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഈ തക്കാളി നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കണം. ഇതിലിട്ട് തന്നെ അങ്ങ് ഉടച്ചെടുത്താൽ മതി. നമ്മൾ ഇളക്കുന്ന തവി കൊണ്ടോ അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് കിട്ടുന്നതാണ്. നല്ല വെന്ത തക്കാളി അല്ലേ, അപ്പം പെട്ടെന്ന് അങ്ങനെ അങ്ങ് ഉടഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ തക്കാളി ഇതുപോലെ നന്നായിട്ടൊക്കെ അങ്ങ് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അത് ഈ ചിക്കനിലോട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് പൊടികളെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെയാണ് നമ്മൾ ചേർക്കുന്നത്. ഈ ചെറിയ ജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതൊരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ കാശ്മീരി മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കണം, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കരുത്. പിന്നെ ലാസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കസൂരി മേത്തിയാണ്. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്താൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് ഇളക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഒരു 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് അത് നന്നാക്കി ഉടച്ച് അതിൻ്റെ കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് നന്നാക്കി അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം ഇത് അടപ്പ് തുറന്ന് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും കുറച്ച്
മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. ഈ ഒരു പാർട്ട് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത്, നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഈ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ലാസ്റ്റ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള പാകിസ്ഥാനി ചിക്കൻ കറാഹി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണേ.